Hi. Today, let's crack one of the most confusing but most repeated exam topic, peptic ulcer. എന്താണ് peptic ulcer? Peptic ulcer means a break in the stomach or duodenal lining due to acid and pepsin. നമുക്ക് ഗ്യാസ്ട്രിക് അൾസർ വേഴ്സസ് ഡിയോഡിനൽ അൾസർ മെയിൻ ഡിഫറൻസ് കാണാം. ആദ്യത്തേത് തന്നെ പെയിൻ ആണ്. ദ ടൈമിംഗ് ഓഫ് പെയിൻ, അതായത് ഗ്യാസ്ട്രിക് അൾസറിൽ പെയിൻ യൂഷ്വലി ഫീൽ ചെയ്യുന്നത് പേഷ്യൻറ്റിന് ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും. ഒരു 30 to 60 മിനിറ്റ് ആഫ്റ്റർ മീൽസ് ആണ് പറയുന്നതെങ്കിൽ ഡിയോഡിനൽ അൾസറിൽ അത് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 to 3 hour ആഫ്റ്റർ മീൽ ആയിരിക്കും, ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ അറ്റ് നൈറ്റ് ആയിരിക്കും. അതാണ് ആദ്യത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു അൾസേഴ്സ്. പിന്നീട് വരുന്നത് പെയിൻ ഇൻ റിലേഷൻ വിത്ത് ഫുഡ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ ഗ്യാസ്ട്രിക് അൾസറിൽ ഫുഡ് കഴിക്കുന്നത് ഇറ്റ് വേഴ്സൺ ദ പെയിൻ ആണ്. ഡിയോഡിനൽ അൾസറിൽ ദ പേഷ്യൻ ഫീൽസ് ഫുഡ് റിലീവ്സ് ദ പെയിൻ. ദ അപ്പറ്റൈറ്റ് ആൻഡ് ഗെയിൻ, വെയിറ്റ് ഗെയിൻ എസ്പെഷ്യലി ദ ഗ്യാസ്ട്രിക് അൾസറിൽ അപ്പറ്റൈറ്റും വെയിറ്റും കുറയും, വിശപ്പും വെയിറ്റും കുറയും. വെറാസ് ഡിയോഡിനൽ അൾസറിൽ അപ്പറ്റൈറ്റ് കൂടും, വെയിറ്റ് കൂടും. Okay, so in general, how do you remember this? Gastric ulcer, food gives pain, which leads to weight loss. Whereas duodenal ulcer, എങ്ങനെ ഓർത്തിരിക്കും? Food relieves the pain, which gives to weight gain. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാം. അടുത്തത് ഇൻ കേസ് ഇവിടെ ബ്ലീഡിംഗ് സംഭവിച്ചാൽ, ഈ അൾസറുകളിൽ ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിൽ ബ്ലീഡിംഗ് സംഭവിച്ചാൽ എന്തായിരിക്കും സിംറ്റം? ഹെമറ്റമെസിസ് ആയിരിക്കും. അതായത് ഹെമറ്റമെസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഇൻ വോമിറ്റിംഗ് ആണ്, ഓർ വോമിറ്റസ് ആണ്. ഡിയോഡിനൽ അൾസറിൽ വേറാസ് അത് ബ്ലീഡ് ചെയ്താൽ ദ സിംറ്റം വിൽ ഹാവ് ദ മെലീന. മെലീന എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടാറി സ്റ്റൂൾ ആയിരിക്കും. So these are the basic difference between gastric ulcer and duodenal ulcer. So more smart nursing concept, just subscribe the channel Nursify, the heart of nursing excellence. Thanks for watching.